അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നാരിയത്ത് സലാത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചിട്ടാണ്. ഒരുപാട് പേർക്ക് ഈ സലാത്ത് അറിയാം, ഈ സലാത്ത് ചൊല്ലാറും ഉണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഷെയ്ഖ് മുഹമ്മദ് ഹക്കി അഫൻദി കസീനത്തുൽ അസ്റാറിൽ എഴുതുന്നത് കാണാം. ഇമാം ഖുർത്തുബി പറയുന്നു, ദിനം പ്രതി 41 തവണയോ 100 തവണയോ അല്ലെങ്കിൽ അതിലധികമോ ഇത് ചൊല്ലിയാൽ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റുന്നതാണ്. കാര്യങ്ങൾ എളുപ്പമാക്കുകയും ഹൃദയം പ്രകാശിപ്പിക്കുകയും സ്ഥാനം ഉയർത്തുകയും സ്ഥിതി മെച്ചപ്പെടുത്തുകയും ഉപജീവനമാർഗം വിശാലമാക്കുകയും നന്മയുടെയും ഗുണങ്ങളുടെയും വാതിലുകൾ തുറക്കപ്പെടുകയും കാലക്കെടുതികളിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്നും സുരക്ഷിതത്വം നൽകപ്പെടുകയും ജനഹൃദയങ്ങളിൽ സ്നേഹം ജനിപ്പിക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നതാണ് ഈ നാരിയത്ത് സ്വലാത്ത് പതിവാക്കിയാൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. പതിവായി ചെല്ലുമ്പോഴാണ് ഈ സൽഫലങ്ങൾ അർഹമായിത്തീരുന്നത്. ഇത് അള്ളാഹുവിൻ്റെ നിധികളിൽപ്പെട്ട ഒരു ഏറ്റവും വലിയൊരു നിധിയാണ് നാരിയത്ത് സലാത്ത്. നിത്യമായി ചൊല്ലുന്നവർക്ക് അള്ളാഹു നിധിയുടെ ഖജനാവ് തുറന്നു കൊടുക്കും. അവൻ ഉദ്ദേശിച്ച പദവികളിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്യും. ഇതിന് മെറോക്കാൻ ജനത സ്വലാത്തു നാരിയ എന്ന് പറയുന്നു. ഒരു കാര്യം നേടാനോ ഒരു വിഷമങ്ങൾ തടുക്കാനോ വേണ്ടി അവർ ഒരുമിച്ചിരുന്ന് 4444 വട്ടം ഇത് ചൊല്ലാറുണ്ട്. അപ്പോഴവരുടെ കാര്യങ്ങൾ അതിവേഗം സാധിക്കുന്നതാണ്. ഇമാം ദൈനൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഓരോ നിസ്കാരശേഷവും ഇത് 11 പ്രാവശ്യം പതിവാക്കിയാൽ ഉപജീവനത്തിന് തടസ്സം വരുന്നതല്ല, സമ്പൽ സമൃദ്ധിയും പദവികളും കൈവരുന്നതുമാണ്. സുബഹിക്ക് ശേഷം ദിനപ്രതി 41 പ്രാവശ്യം ഒരാൾ ഇത് ചൊല്ലിയാൽ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. ദിനം പ്രതി 100 തവണ ചൊല്ലിയാൽ ഉദ്ദേശിച്ചതിലും ഭംഗിയായി കാര്യങ്ങൾ നടക്കുന്നതാണ്. 313 വട്ടം ദിനേന ഒരാൾ ഇത് ചൊല്ലിയാൽ രഹസ്യജ്ഞാനം ലഭിക്കുന്നതാണ്. 1000 തവണ പതിവാക്കുന്നുവെങ്കിൽ ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഓരോ ഹൃദയത്തിൽ ഉദിക്കാത്ത പുണ്യങ്ങൾ അവർക്ക് കിട്ടുന്നതാണ്. ഇമാം ഖുർത്തുബി പറയുന്നു, ഒരു പ്രധാന കാര്യം നേടാനോ അല്ലെങ്കിൽ ഒരു വിപത്ത് തടുക്കാനോ വിചാരിക്കുന്നുവെങ്കിൽ ഈ സ്വലാത്ത് 4444 തവണ ചൊല്ലട്ടെ. ഇതുകൊണ്ട് നബിയോട് തേടട്ടെ, എങ്കിൽ അള്ളാഹു ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതാണ്. ഇബ്നു അജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഈ എണ്ണത്തിൻ്റെ പ്രത്യേകത എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫലം ചെയ്യുന്ന വിശിഷ്ട ഔഷധമാണിത്. ഖസീനത്തുൽ അസ്റാർ അഫ്സത്തുൽ ഫുസ്സലവാത്ത് യൂസുഫുൻ നബ്ഹാനി തങ്ങൾ തൻ്റെ സഹാദത്തുദ്ദാറൈനിയിൽ പറയുന്നു, സ്വലാത്തു നാസിയ എന്നതല്ല, സ്വലാത്തു നാരിയ. സ്വലാത്തു നാസിയ എന്നാണ് ശരി. കുനുസുൽ അസ്റാർ എന്ന കൃതിയിൽ ആറൂഷി എഴുതുന്നു, ഈ സ്വലാത്ത് മഹാനായ സയ്യിദ് ഇബ്രാമുന്നാസി എന്നവരുടേതാണ്. മൊറോക്കോവിൽ ഇത് സ്വലാത്തു നാസിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. സഹാദത്തുറൈൻ പേജ് 326 കാണാം. കാര്യമെല്ലാം എളുപ്പമാകും, അയാളുടെ ഉള്ള് തേജാമായ മയക്കും, ഹാലൊക്കെ നന്നാകും, ആഹാരം വിശാലമാകും, നന്മയുടെ കവാടങ്ങൾ തുറക്കപ്പെടും, അഭിവൃദ്ധിയുണ്ടാകും, അയാളുടെ കൽപ്പനകളെല്ലാം നടപ്പിലാകും, കാലനാശങ്ങളിൽ നിന്നും അയാൾ സുരക്ഷിതനാവും, വിശപ്പും ദാരിദ്ര്യവും പമ്പ കടക്കും, കൽബുകളിലെല്ലാം അയാൾക്ക് നല്ല സ്ഥാനമുണ്ടാകും, എല്ലാവരും അയാളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും, അയാൾ അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും ലഭിക്കും. ഇതൊക്കെ ലഭിക്കണമെങ്കിൽ അത് പതിവായി ചൊല്ലണം. സിറുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഈ സ്വലാത്ത് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്ത കൊണ്ടുള്ള തവസ്സുലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തി അള്ളാഹുവിനോട് സങ്കടം പറയുന്നുണ്ട്. ഇതിൽ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീൽ തേടുവിൻ, വിശുദ്ധ ഖുർആൻ. കൂടാതെ ഈ സ്വലാത്തിൽ 7 സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങുന്ന സർവ്വനാമങ്ങളിലുണ്ട്. മുഹമ്മദ് എന്ന് വ്യക്തമായി ഒരിടത്ത് പറയുന്നു. അങ്ങനെ ആകെ 8 സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നു. മറ്റു സ്വലാത്തുകളിലൊന്നും ഇത്ര തന്നെ കാണുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ നിധികളിലൊന്നാണ്. അള്ളാഹുവിൻ്റെ ഖജാന തുറക്കാനുള്ള താക്കോലാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഇത് പതിവായി ചൊല്ലുന്നവർക്ക് ഈ ഖജാന തുറക്കാം, ലക്ഷ്യത്തിലെത്തുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സ്വലാത്തു നാരിയ ചൊല്ലിയാലുള്ള ഗുണങ്ങൾ എല്ലാവർക്കും അറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു തആല ഈ സ്വലാത്തു നാരിയ എന്ന ഈ സ്വലാത്ത് എല്ലാവർക്കും ദിവസേന ഇതിൽ പറഞ്ഞ അനുസരിച്ച് ചൊല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.